ബീഫ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ബീഫ് കഴിക്കുന്നത് നമ്മൾ ആളുകൾ സ്ഥിരമായിട്ട് കാണുന്ന പലതരം അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. അതിന് കാരണം ബീഫിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ്. ബീഫ് എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. ഏകദേശം 100 ഗ്രാമിൽ 26 ഗ്രാമോളം ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ബീഫിന്റെ അകത്ത് നല്ല അളവിൽ അയൺ കണ്ടന്റ് ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, വളരെ നല്ല രീതിയിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്, സെലീനിയം, ഫോസ്ഫറസ്, വൈറ്റമിൻ B6 പോലെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് അടങ്ങിയിട്ടുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ബീഫ് എന്ന് പറയുന്നത്. ഇത് കഴിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ക്ഷീണം ഒഴിവാകാനും അതോടൊപ്പം തന്നെ രക്തക്കുറവ് പരിഹരിക്കാനും സഹായിക്കും. അതോടൊപ്പം നമുക്ക് വരുന്ന കൈകാലിന് വരുന്ന തരിപ്പ്, അതുപോലെ തുടർച്ചയായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ചുമ, പനി, കഫക്കെട്ട് വരുന്നത്, അതോടൊപ്പം തന്നെ നമുക്ക് മുറിവായി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ സമയമെടുക്കുന്നത്, ഇത്തരം അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ ബീഫ് കഴിക്കുന്നത് സഹായിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ ബീഫിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റ് ആണ് നമ്മൾ എപ്പോഴും അതിനൊരു ഡേഞ്ചറസ് ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാനുള്ള ഒരു കാരണം പോലും. അപ്പൊ ഈ ഫാറ്റ് പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ ബീഫ് കഴിക്കാം എന്നുള്ളതാണ് നമ്മളിത് സംസാരിക്കുന്നത്. അതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ബീഫ് വാങ്ങുന്ന സമയത്താണ്. പരമാവധി ഫാറ്റിൽ കൊഴുപ്പ് കുറഞ്ഞ മീറ്റ് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ബീഫിന്റെ കൊഴുപ്പിനനുസരിച്ച് അത് പലതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അവിടെ വിൽക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള യെല്ലോ കളർഡ് ആയിട്ടുള്ള ഫാറ്റ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്, എന്നിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം കുക്ക് ചെയ്യുന്ന രീതിയാണ്. പലപ്പോഴും നമ്മൾ മീറ്റ് ചൂടാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിനകത്തുള്ള ഫാറ്റിന്റെ നല്ലൊരു ശതമാനം മെൽറ്റായിട്ട് ഒലിച്ചു പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കുക്കറിൽ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ആ മെൽറ്റായ ഫാറ്റ് ഇതിനകത്ത് കിടക്കുകയും അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുകയും ചെയ്യും. ഇതോടുകൂടെ നമ്മൾ ഇതിനകത്തുള്ള കൊളസ്ട്രോളിന്റെ ഫാറ്റിന്റെ അളവും വല്ലാതെ വർദ്ധിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒഴിവാക്കിയിട്ടും ഏറ്റവും നല്ല മെത്തേഡ് ഗ്രില്ലിംഗ് മെത്തേഡ് ഒക്കെയാണ്. ഗ്രില്ലിംഗ് മെത്തേഡ് ഇത് ചൂടാകുമ്പോൾ മെൽറ്റ് ചെയ്തിട്ടും അതിന്റെ ഫാറ്റ് ഒഴിവാന്ന് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തില് ആ ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് രീതിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതോടൊപ്പം എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒഴിക്കുന്ന ഈ ഓയിലിന്റെ അളവ് നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറിയ പീസാക്കി വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ബീഫ് കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന വയറിന്റെ സ്തംഭനം, അസിഡിറ്റി, നെഞ്ചരിച്ചിന് പോലെയുള്ള പ്രശ്നങ്ങൾ കൂടെ ഒഴിവാക്കാൻ സഹായിക്കും. മാത്രമല്ല ബീഫിന്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് ലഭിക്കുവാനും ഇത് സഹായിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹൈ യൂറിക് ആസിഡ്, അതുപോലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, അതോടൊപ്പം തന്നെ ഫാറ്റി ലിവർ നല്ല രീതിയിലൊക്കെ ഉള്ള ആളുകൾ ഇത് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ ക്രിയാറ്റിനും കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്.